ഇന്ന് നമ്മൾ പോകാൻ പോണത് പുഴയിലേക്ക് ഞങ്ങളിവിടെ മീറ്റിനെ തടയിലേക്ക് എല്ലാവരും കൂടെ പോവാണ്. ഫ്രണ്ടിൽ കുറേ പേര് പോകുന്നുണ്ട്, ബാക്കിൽ കുറേ പേര് വരുന്നുണ്ട്. നമ്മൾ എന്നും വരുന്ന വഴിയല്ല, എന്നും വരുന്ന വഴിയിൽ റോഡ് പണി ആയതുകൊണ്ട് അടച്ചു. ഇപ്പോൾ ഞങ്ങൾ വേറെ വഴി കണ്ടുപിടിച്ചിട്ട് വന്നു. നമ്മൾ ആ കാണുന്ന പുഴയ്ക്കാണ് ഇറങ്ങാൻ പോണത്. ഇത് കൂടെ ഇറങ്ങാൻ പറ്റില്ലേ താഴേക്ക്? ഇല്ല. ഇതാണ് നമ്മുടെ സ്ഥലം. നല്ല വലിയ തടയണയാണ്. അതിൽ താഴെ കുട്ടികൾക്കൊക്കെ കളിക്കാം. പിന്നെ ഇപ്പുറത്ത് മണലൊക്കെ ഉണ്ട്, മണലൊക്കെ ഇരിക്കുക. മെല്ലെ 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 ഇറങ്ങിക്കോ. അയ്യോ, ഉരുളൻ കല്ലുകള് ഉരുണ്ട് പോവും. ഇത് മേലത്തെ കല്ല് ഉരുണ്ട് കിട്ട്. ഓക്കെ, ചെക്കന്മാരൊക്കെ അത് കൂടെ ആദ്യം പോയി. ഇനി ബാക്കിയുള്ളവർ അത് കൂടെ വരാണ്ട്. അതാ ഉരുളൻ കല്ലുകളെ ഉരുണ്ട് പോവും. അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പോവാണ്. എല്ലാരും ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട്. വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ മുമ്പൊക്കെ കുറേ കിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊന്നും അടുത്തൊന്നും വരാറില്ല. 5 ആയതിനു ശേഷം അധികമൊന്നും വന്നിട്ടില്ല. ഫൈഹാരിയും കൊണ്ട് ഇപ്പം ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല ആഴുണ്ട്. ഇവിടെയൊക്കെ നീന്താൻ അറിയണവർക്ക് ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് നീന്താൻ അറിയാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് ഇറങ്ങാണ്. ഉപ്പ അവിടെ ഫൈഹാരിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. നീ എവിടേക്കാ? തട്ടിയിടല്ലേ. അപ്പം ഇതാണ് മീറ്റിനെ തടയണ. വെള്ളം കുറവാ. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ഈ ഇടയിലുള്ള ഈ കെട്ട് അറിയില്ല. അതിന് മേലെ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ടാവും. സ്റ്റെപ്പ് ഇറങ്ങണം. അവിടെ ഓരോ മഴ കഴിയുമ്പോഴും ഓരോ സ്റ്റെപ്പിൻ്റെ മേലുള്ള കോൺക്രീറ്റ് ഒക്കെ ഒലിച്ചൊലിച്ച് പോവും. അയ്യോ, താഴെ നോക്കാണ്ട് ഫോൺ നോക്കി നടന്ന് എന്തായാലും വീഴും. ഓക്കേ, വേനൽക്കാലം ആയതുകൊണ്ട് അധികം വെള്ളമില്ല. ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ വെള്ളമായിരിക്കും. പിന്നെ ഇവിടെ അധികം ആരും ഇറങ്ങലില്ല. ഇങ്ങനെ പാറ ആയതുകൊണ്ട് എല്ലാവരും ഈ ഭാഗത്തൊക്കെയാണ് ഇറങ്ങാറ്. ഇപ്പോൾ വേനൽക്കാലമാണ്, വെള്ളം കുറവാണ്. ഉള്ള വെള്ളത്തിലാണെങ്കിൽ ചെറിയ പായലും ഇതൊക്കെ ഉണ്ട്. നമ്മളവിടെ ഒഴുക്കുള്ള വെള്ളത്തിൽ ഫൈഹാനൊക്കെ ഒന്ന് ഇറക്കി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈഹാൻ്റെ അടുത്തൊക്കെ പോവാം. പാറ നല്ല വഴുക്കലുണ്ട്. അവിടെ നിൽക്കണോ? ആ മണലിൻ്റെ അവിടെ പിന്നെ അധികം പാറകളില്ലാത്തതുകൊണ്ട് മണലാകുമ്പോൾ പിന്നെ സേഫാണ്. അവിടെ ഒരു ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. മുമ്പൊക്കെ ആണെങ്കിൽ ഞാനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇറങ്ങാനെന്നുള്ളൊരു മൂഡില്ല. വെള്ളം കുറവാണ്, അതുകൊണ്ട് ഇറങ്ങാൻ തോന്നണില്ല. ഇവിടെ അത്യാവശ്യം രസമുണ്ട് അല്ലേ? ഇവിടെ നല്ല ഓവർഫ്ലോയും. ഇവിടെ കളിക്കാം. അവിടെ ഇരുന്നോ? ഇവിടെ മതി. അവിടെ നല്ല കുണ്ടാണ് ഫൈഹ. അവിടെ നിറയെ വെള്ളമുണ്ട്. ഇവിടെ ഇരുന്നോ? നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുറെ പേര് ഇറങ്ങാണ്ട് വേറെ ഇരിക്കുന്നുണ്ട്. കല്ലെടുക്ക് വെള്ളത്തിൽ നിന്ന്. എല്ലാരും കല്ലെവിടെ? ശരി. അത് കല്ല്, അത് വെള്ളാരം കല്ല്. ആ ഭാഗത്തൊക്കെ നല്ല രസമുണ്ട്. നല്ല ഓവർഫ്ലോയും അത്യാവശ്യം അവിടെ നല്ല ആഴമുണ്ട്. അത്യാവശ്യം കളിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അവിടെ. ഈ ഭാഗത്തൊക്കെ പിന്നെ ഓവർഫ്ലോ ഇല്ല. ഈ ഭാഗത്ത് നല്ല ഇതുണ്ട്, രസമുണ്ട്. അതിന്റെ ചോട്ടിൽ നിൽക്കാൻ പോവാ നമ്മള് അല്ലേ ഫൈഹ? എങ്ങോട്ടാ പോണത്? ആ വെള്ളത്തിന്റെ അടിയിൽ പോയി നിൽക്കാം. അതെന്താ അവിടെ നടക്കാൻ വഴിയില്ലേ? രസമുണ്ടോ ഫൈഹ? അല്ല വീഴണ്ട്. ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്ന് പുഴ കാണാൻ വന്നതാണ്.
എന്താ ഇറങ്ങാത്ത? പിടിച്ചു പിടിച്ച് വെല്ല നടക്ക്. ഉണങ്ങിയ ഭാഗത്ത് വഴുക്കലില്ല, വെള്ളമുള്ള ഭാഗത്തൊക്കെ വഴുക്കല. പാറയില് അവിടെ നിന്നോ. ഇവിടെ എത്ര ആളുണ്ട്? എടാ മക്കളെ, നിങ്ങൾ ഇരിക്കണോ നിക്കണോ? ഇരിക്കണോ നിക്കണോ? നിക്കണ്. അങ്ങോട്ട് എത്തുമ്പോ വലിയ ആളല്ല, അതിന്റെ അകത്ത് പോയി നിക്കണേ. ഇവിടെ നല്ല രസമുണ്ട്. അടിയിൽ പോയി നിൽക്കുകയാണ്. അവിടെ ജെസ്സി ഇറങ്ങി. ഞാൻ ചാടുന്നില്ല ചാടില്ല എന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് സൈക്കിളില്ല. മെല്ലെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ. ഈ ഭാഗത്ത് താഴെ മൊത്തം ഉരുണ്ട പാറക്കല്ലുകളായിരുന്നു, പിന്നെ മണലും ഉണ്ട്. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഓരോ അടി സൂക്ഷിച്ച് വെച്ച് നടക്കണം, ഇതിലേക്ക് എപ്പോഴാണ് വീഴുക എന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥലം. അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കയറി. അയ്യോ, ഇനി നനഞ്ഞ ഡ്രസ്സും കൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ കയറ്റുമോ എന്തോ. പറ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി അടിപൊളി. തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ പുഴ ഉണ്ടാ? തമിഴ്നാട്ടിൽ ഇങ്ങനത്തെ പുഴ ഉണ്ടോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒന്നുമില്ലല്ലോ? തമിഴ്നാട്ടിൽ ഇങ്ങനെ ഒന്നുമില്ലല്ലോ?